നമ്മൾ ഓൺലൈനിലും നാട്ടിൽ നിന്നൊക്കെ ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ടല്ലേ. ഇത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ട്രീ ആണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ പുറത്ത് കാണുന്നതൊക്കെ ഈ പറഞ്ഞ മാതിരി വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ബേസ് ന്യൂസ് പേപ്പർ കൊണ്ടാണ്. എളുപ്പത്തിൽ ചെയ്യാമെന്നേ. നമ്മൾ ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ഹൈറ്റ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് നമ്മുടെ ന്യൂസ് പേപ്പർ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വായിക്കില്ലേ, അതേ പൊസിഷനിൽ ഒരു സെറ്റ് ന്യൂസ് പേപ്പർ വയ്ക്കുക. അതിലൊരു ലെയർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം 4 ലെയർ വേണം. അപ്പോൾ ആദ്യം അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ 2 ലെയർ ഇതുപോലെ അതിൻ്റെ മധ്യഭാഗത്ത് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് അതായത് നമ്മളിപ്പോൾ രണ്ടാമത് വെച്ചതിൻ്റെ ഒരു കുറച്ച് ഭാഗത്തേക്ക് കയറ്റിയിട്ട് നമ്മൾ അടുത്ത സെറ്റ് 2 കൂടെ വെക്കുക. അപ്പം ടോട്ടൽ ഇപ്പം 5 സെറ്റ് ന്യൂസ് പേപ്പറാണ്. 5 സെറ്റല്ല, 5 ലെയർ ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ തിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് എത്രത്തോളം നേർങ്ങനെ ഇത് ചുരുട്ടിയെടുക്കാൻ പറ്റുമോ, നമ്മൾ കുഴലൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ, അടിയിലൊരു ബേസ് കൊടുക്കാതെ നമ്മളിതിങ്ങനെ 2 വെച്ച് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ വിട്ടു പോകുമെന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത്. പക്ഷേ ഇത് അടിയിൽ അങ്ങനെ വെച്ചതുകൊണ്ട് വിട്ടൊന്നും പോവില്ല. ആദ്യം ഞാൻ ഇത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഗ്ലൂ ഇല്ലേ, ഗ്ലൂ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ആക്കിയത്. പക്ഷേ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല. ഗ്ലൂ ഇല്ലാതെ ഇങ്ങനെ ഉരുട്ടി, അതായത് നടുവത്തെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ ചുരുട്ടി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഉരുണ്ടിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളൊരു സ്റ്റിക്ക് പോലെ ആക്കി എടുക്കുന്നത്, ഇങ്ങനെ ചുരുട്ടിയെടുക്കുക, വേഗം കഴിയും. എനിക്ക് ആദ്യത്തെ 2 കുറച്ച് ഇത്രയും കറക്റ്റായിട്ട് വന്നിട്ടില്ല. മൂന്നാമത്തെ ചെയ്യുമ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അപ്പോൾ നല്ല മാക്സിമം ടൈറ്റായിട്ട് കിട്ടും. അടിയിൽ ഉള്ളിലുള്ള ആ ഒരു എയറിൻ്റെ ഭാഗമില്ലേ, എയറൊക്കെ കയറുന്ന ഭാഗം അതൊന്നും ഉണ്ടാവില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒന്ന് സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ടാപ്പില്ലേ, സെല്ലോ ടാപ്പ് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഞാനിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ലെയറില്ലേ, അതായത് ലാസ്റ്റ് ഭാഗം തള്ളി നിൽക്കുന്നത്, ആ തള്ളി നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഒട്ടിക്കണം. അല്ലാതെ തിരിച്ച് അത് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ടൈറ്റാക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കുഴലില്ലേ, അത് ലൂസായിട്ട് വരും. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ടൈറ്റാക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം, അതിൻ്റെ ഭാഗത്താണ് നമ്മുടെ ആ ഒരു സെല്ലോ ടാപ്പിൻ്റെ അറ്റം ഒട്ടിക്കേണ്ടത്. ആ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ടേക്കങ്ങ് വലിച്ചങ്ങ് എടുത്താൽ മതി. ഇതുപോലെ. ഇത് ശരിക്കും ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിചാരിച്ചു ഒട്ടിക്കും തോറും ഇതെന്താ ലൂസായി കിടക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ നമ്മൾ ഒരു 4-5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 7 വേണം കേട്ടോ. ഞാനിപ്പം ആദ്യത്തെ ഒരു 2 കൂടെ കൂട്ടിയിട്ട് 9 ഉണ്ടാക്കിയിട്ടുണ്ട്. 7 നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. 7 കുറഞ്ഞത് ചെയ്യുമ്പം അവസാനം അത്രയ്ക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല, ഇളകി പോകാനെല്ലാം ചാൻസ് ഉണ്ട്. ഇത് 7 ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റോടെ അവർ കൂടെ ചെയ്യും. ഞാനിപ്പം ഇത് കുറച്ച് 2 മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മോൾ എനിക്ക് ചെയ്തു തന്നതാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ലെയർ ഇത് വെച്ചു. അതിന് ശേഷം 2 ആ ഫസ്റ്റ് ലെയറിൻ്റെ നടുഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചു. ഇനി ആ രണ്ടാമത്തെ വെച്ചതിൻ്റെ ഇത്തിരി ഭാഗം കയറ്റിയിട്ട് തന്നെ മൂന്നാമത്തെ സെറ്റ് വെക്കുന്നു. അപ്പോൾ ഓരോന്ന് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒന്നും കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 5. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു പൈപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുക, ചുരുട്ടി മടക്കുക. അപ്പോൾ നടുഭാഗത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. എന്നാൽ പിന്നെ കറക്റ്റായിട്ട് വന്നോളും. പിന്നെ അഥവാ പേപ്പറൊക്കെ ഇങ്ങനെ നീങ്ങുവാണെങ്കിൽ അതൊന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് ഇതുപോലെ അങ്ങ് റെഡിയാക്കി കൊടുത്തിട്ട് ചുരുട്ടിയെടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഫെവിക്കോളൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ വെറുതെ സമയം കളയുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ പൈപ്പാക്കാനും ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. ഇതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് സെല്ലോ ടാപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുക. ഓരോന്നായിട്ട് അവിടെ അതിനെ ഒട്ടിച്ചും വെക്കുക. അങ്ങനെ ഇപ്പോൾ 7 റെഡി ആയിട്ടുണ്ട്. ആദ്യത്തത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ അത്ര അങ്ങ് ഉരുണ്ട് വന്നിട്ടില്ല, പരന്നു പോയിട്ടില്ലേ. ഇത് നമ്മൾ ആ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം ചുരുട്ടി നോക്കിയതാണ്. പക്ഷേ അത്ര ഓക്കെ ആയിട്ടില്ല. ഇനി ചെയ്യേണ്ടതെന്നറിയോ, ഈ 7 നമ്മളിങ്ങനെ വെറുതെ ഞാൻ വെച്ച് നോക്കുന്നതാണ്. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ താഴത്തെ ഭാഗമില്ലേ, അത് അത്രയ്ക്ക് വിസ്താരം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം ഒന്നങ്ങ് കൂട്ടി പിടിച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ മിഷൻ നൂലില്ലേ, ആ മിഷൻ നൂല് വെച്ചിട്ട് ഒന്നങ്ങ് മേലത്തെ ഭാഗം, ടോപ്പിലുള്ള ഭാഗം ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. നന്നായിട്ട് ചുറ്റിച്ചിടണം. പക്ഷേ നല്ലങ്ങനെ വരിഞ്ഞ് കെട്ടണ്ട കേട്ടോ. അധികം വരിഞ്ഞാൽ ചിലപ്പോൾ അത് മുറുകിയിട്ട് പേപ്പർ അങ്ങ് ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ ഒന്നങ്ങ് കെട്ടി വയ്ക്കുക. ചുറ്റിയിട്ട് അതിന് ശേഷം
സെല്ലോ ടാപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് അവിടെ അതങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഗ്ലൂ ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല പണിയാണ്. ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചെറിയ സമയത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതി. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത് അറിയോ, ഇതിങ്ങനെ റൗണ്ടിൽ നമുക്ക് എത്രയാണോ താഴെ വിസ്താരം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിതിങ്ങനെ വെക്കണം. അതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നീങ്ങി പോവുകയില്ല. ഇനിയിപ്പം താഴെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വിസ്താരം എത്രത്തോളമാണ് താഴെ വീതി വേണ്ടത് അതാണ് നോക്കേണ്ടത് കേട്ടോ. കാരണം താഴെ വീതി കുറയുമ്പോൾ ആ ട്രീക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. താഴെന്നേ നമുക്ക് നല്ല വീതിയിൽ എടുക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. മേലെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, ഇനിയും വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ താഴെ കൂട്ടാൻ നമുക്ക് പ്രയാസം. അതുകൊണ്ട് താഴത്തെ ഭാഗം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സൈസിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഈ ഒരു സൈസിലാണ് താഴേക്ക് എടുക്കുന്നത്. ഇനിയിപ്പം വേറൊരു ന്യൂസ് പേപ്പർ, അതായത് ഒരു 4 ന്യൂസ് പേപ്പർക്ക് ഒരുമിച്ച് നിവർത്തി വെക്കുക. നിലത്തുനിന്ന് ഈ പണി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം അത് മടക്കണം കേട്ടോ. അതായത് നമുക്ക് ഈ 4 ന്യൂസ് പേപ്പറിൻ്റെയും ഇടയിൽ അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയൊരു ഹോള് വെക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 4 പേപ്പറും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അത് 4ആയിട്ട് മടക്കുക. അറിയാലോ എല്ലാവർക്കും, 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ശ്രദ്ധിക്കണേ, അധികം ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നിവർത്തുമ്പോൾ ആവശ്യത്തിന് കിട്ടിക്കോളും. ഒരു കുഞ്ഞ് കട്ടിങ് മാത്രമേ കൊടുക്കണ്ടൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ മിഡിൽ പോർഷനിൽ ഹോള് വരുന്നത് എവിടെയാണെന്ന് അത് നമുക്ക് വേണം. അത് നമുക്ക് കുറച്ചും കൂടെ ഇത് എടുത്തു വെക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ 4 പേപ്പറിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിക്ക് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം താഴത്തെ ഭാഗം ചിലപ്പോൾ നമ്മൾ ചുരുട്ടുന്നതൊക്കെ സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ ചിലത് അത്ര നീളം കുറഞ്ഞിട്ടായിരിക്കും. ഓരോ കാലിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് 7 കാല് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഒരു കാല് അറ്റാച്ച് ചെയ്ത്, അതായത് നമ്മുടെ ആ ഒരു തറയിൽ തൊട്ട് നിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മൾ തൊട്ട് നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ടാകും. അപ്പം അത് നമ്മൾ ഒന്ന് മൈൻഡ് ചെയ്യേ വേണ്ട. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ പേപ്പർ ഇങ്ങനെ എക്സ്ട്രാ ഉള്ള ഭാഗമില്ലേ അതെല്ലാം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആ ഓരോ കാലിൻ്റെ മേലെയും ഇത് സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. എവിടെയൊക്കെയാണോ നമ്മുടെ ആ ഒരു പേപ്പർ ആ കാലിൻ്റെ ഭാഗത്തേക്ക് കിട്ടുന്നത് അവിടെയെല്ലാം അങ്ങ് ഒട്ടിക്കുക. ഇതിപ്പോൾ കറക്റ്റ് ഇങ്ങനെ റൗണ്ടിൽ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ബേസ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. PVC പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ പറയാം, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് വെൽഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടാകും. അത് അറ്റാച്ച് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം, ഭയങ്കര ഈസി ആയിട്ട്. ഇത് കുറച്ച് ന്യൂസ് പേപ്പർ മാത്രം മതിയല്ലോ, നമുക്ക് അത്ര ഒരു വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനൊന്നും ഇപ്പോൾ മക്കളിപ്പം ക്രിസ്മസ് ട്രീ വേണമെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ടൗണിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റാക്കി കൊടുക്കുക. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് വേറെ തന്നെയാണ്. കാരണം വെറും ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മനസ്സുഖമായിരിക്കും. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു ട്രീയുടെ ഫസ്റ്റ് പാർട്ട് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആ ഒരു 4 കാലില്ലേ അതൊന്ന് കവർ ചെയ്യണം. അതിനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ, ഞാനിപ്പോൾ 4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വേർട്ടിക്കൽ, അതായത് കുത്തനെയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അത് 2 സൈഡിലും ആദ്യം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് എവിടെയാണോ ആ 4 കോർണർ ഉണ്ടാവില്ലേ ആ ഒരു പേപ്പറിൻ്റെ, എവിടെയാണോ ആ കാലിൻ്റെ മേലെ അവിടെ അറ്റാച്ച് ആക്കാൻ പറ്റുന്നത് അവിടെ ഒന്നങ്ങ് ചെയ്യുക. അത്രേ വേണ്ടൂ. ഇതിപ്പോൾ നമുക്ക് കറക്റ്റൊന്നും, അതായത് റൗണ്ടിലൊന്നും വേണമെന്നില്ല. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ആ 4 മൂലയ്ക്ക് സെല്ലോ ടാപ്പ് ഒട്ടിച്ചതാണ്. പക്ഷേ പിന്നെ എനിക്ക് കുറച്ചും കൂടെ സൗകര്യമായിട്ട് തോന്നിയത് ഇങ്ങനെ ഇതുപോലെ ആ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ ഒരു കോർണറിൽ മാത്രം സെല്ലോ ടാപ്പ് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ അത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ എവിടെയൊക്കെയാണോ കാലിൻ്റെ അടുത്ത് നമുക്ക് തൊടാൻ പറ്റുന്നത് അവിടെ അങ്ങ് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതായത് ജസ്റ്റ് ഈ 7 കാലുകളൊന്ന് കവർ ചെയ്യുന്നു. ഇതെന്തായാലും ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഇതില്ലാണ്ട് നമ്മൾ വിചാരിക്കും ആ സ്റ്റിക്ക് മാത്രമാക്കിയിട്ട് അങ്ങ് ചുറ്റിച്ചെടുത്താൽ പോരെന്ന്. പക്ഷേ ഇത് വേണം. കാരണം ഇതിൻ്റെ യൂസ് നമുക്ക് ലാസ്റ്റാണ് മനസ്സിലാവുക. ഈ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നത് ഇത്രയും ഭാഗം കവറായിട്ടുണ്ട്. ഇനിയിപ്പം ഗോപുരം പോലെയുള്ള ആ ഒരു മുകൾ ഭാഗമില്ലേ അത് നമുക്ക് മൂടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 2 നിവർത്തിയിട്ടുള്ള ഷീറ്റില്ലേ, പേപ്പർ ഷീറ്റ് അതങ്ങ് എടുക്കുക. എന്നിട്ട് അത് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ നിലക്കടലയൊക്കെ ചുരുട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നില്ലേ കോൺ ഐസ്ക്രീമിൻ്റെ കോണ്, അതുപോലെ നമുക്ക് ഉണ്ടാക്കണം. അതിനിപ്പോൾ ഒന്നുകിൽ അത് പേപ്പറിൽ നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് കോണ് പോലെ അങ്ങ് ചുരുട്ടിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നങ്ങ് ട്രയാങ്കിൾ ആക്കിയിട്ട് അങ്ങ് ക്രോസ് ചെയ്തിട്ട് അതങ്ങ് മടക്കിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇവിടെയും കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ പേപ്പറിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം അങ്ങനെ ഉണ്ടെങ്കിൽ
ആ 2 പേപ്പറും കൂടെ വന്ന് വരുന്ന ഭാഗത്തൊക്കെ ഇല്ലേ, അതായത് എവിടെയൊക്കെയാണ് നമുക്ക് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കേണ്ടത് അവിടെയെല്ലാം സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മളൊരു ഗോപുരം പോലെ ആവുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുക. അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം ഇത് അങ്ങനെ അങ്ങ് നിലത്ത് വെക്കുമ്പോൾ അത്രയ്ക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, ഹൈറ്റും കുറവായിരിക്കും. അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പൂച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ ഓൺലൈനിലൊരു ബോട്ടിൽ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഷീറ്റാണ്, അത് താഴത്തെ ഭാഗം ഉള്ളിലും വെച്ചിട്ടുണ്ട്. തെർമോക്കോളല്ല, വേറൊരു ഷീറ്റ്. അത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കല്ലില്ലേ, ഇതാണ് ഞാൻ അതിലിടുന്നത്. അപ്പം കല്ല് അതിൻ്റെ പൊടിയൊന്നും ആവണ്ട വിചാരിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് കവർ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഹൈറ്റിനുള്ള ഒരു PVC പൈപ്പ് എടുക്കുക. അത് നടുഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ കല്ലതിൽ ഞാൻ ഇടുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ പൂഴി ഉണ്ടെങ്കിൽ അത് നിറച്ചോളൂ, ഒരു കുഴപ്പമില്ല. മണ്ണ് വേണമെങ്കിൽ നിറക്കാൻ. ഞാനിപ്പം കല്ല് അവിടെ ഉള്ളതുകൊണ്ട് അത് വെച്ചൊന്ന് മാത്രം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇത് സെൻറ്ററിലേക്ക് ആ ഒരു നമ്മുടെ PVC പൈപ്പ് വരണം, ആ സ്റ്റിക്ക് വരണം. എന്നിട്ട് അതൊന്നങ്ങ് അവിടെ ഉറപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോണില്ലേ, അതിൻ്റെ നടുവിൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടില്ലേ, ആ ഹോള് കൈകൊണ്ടൊന്നങ്ങ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നമ്മുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ ഭാഗത്ത് കയറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് താഴ്ത്തി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പം. ഇനിയിപ്പം ചിലപ്പം നമ്മളെടുത്ത വടി നീളം കൂടുതലാണെങ്കിൽ ഇത് ഒരു തവണ വെച്ചാൽ നമുക്ക് മനസ്സിലാവും താഴത്തെ ഭാഗം കൂടിപ്പോയോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുക, എത്ര കുറയ്ക്കണോ, 5 സെൻറ്റിമീറ്റർ ആണോ 6 സെൻറ്റിമീറ്റർ കുറയ്ക്കണോ, അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ മെല്ലെ ആ ഒരു കോൺ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ പൊക്കി അങ്ങ് എടുത്താൽ മതി. എടുത്ത് മാറ്റിയിട്ട് ഒന്നങ്ങ് ഏതെങ്കിലും ഒരു ഉപയോഗിക്കാത്ത കത്തിയൊക്കെ ഉണ്ടാവില്ലേ, ഉപയോഗിക്കാത്ത കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ആ PVC പൈപ്പ് ഒന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും, അടർത്തി മാറ്റാൻ പറ്റും. എന്നിട്ട് കറക്റ്റാക്കിയിട്ട് പിന്നെയും ഈ പറഞ്ഞതിൻ്റെ ആ ഹോളിൻ്റെ മുകളിൽ കൂടെ ആ ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഹോള് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ അങ്ങനെ കറക്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒന്നുമല്ല, PVCയുടെ ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു കോണ് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെടുക്കാതെ തന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പൊക്കിയെടുക്കുക ആ കല്ലിൽ നിന്ന്. എന്നിട്ട് അടിഭാഗത്ത് ഇതുപോലെ കത്തി ചൂടാക്കിയിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിലുള്ള ഹൈറ്റ് ഒന്നങ്ങ് കുറച്ചെടുത്താലും മതി. ഗോപുരം പോലെയുള്ള ഭാഗം ഇത്തിരിയും കൂടെ ഒന്ന് ഹൈറ്റ് പൊക്കം വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ആ ഒരു കടലമുട്ടായിൻ്റെ കോണില്ലേ അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ഷാർപ്പായിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പം ഇതിൻ്റെ ഗാർലാൻഡ് എന്നല്ലേ പറയുക, നമ്മുടെ ആ ഒരു പച്ച കളറുള്ള മാല പോലെയുള്ളത് ഇത് വാങ്ങണം. ഇത് എത്ര വാങ്ങണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഒരു നൂല് മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു. എന്നിട്ട് ഇതൊരു 2 ഇഞ്ച് അകലത്തിൽ അങ്ങ് ചുറ്റി താഴെ വരെ ചുറ്റിയെടുത്തു. എന്നിട്ട് ആ നൂലിൻ്റെ അളവ് ഒന്നങ്ങ് ടാപ്പ് വെച്ചിട്ട് എടുത്തു നോക്കി. അപ്പം 1 മീറ്റർ ആ ഒരു നൂല് നമുക്ക് അളന്നെടുത്ത് കഴിഞ്ഞാൽ ടാപ്പൊന്ന് മാറ്റിയിട്ട് നൂല് മടക്കി പിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എത്ര മീറ്റർ വാങ്ങണമെന്ന് ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഏതാണ്ട് 22 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് ഒട്ടിക്കുന്നത് എളുപ്പം തന്നെയാണ്. ആദ്യം ഞാനത് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു നോക്കി, പക്ഷേ അതത്ര ഓക്കെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ആ ഒരു റിബണില്ലേ നമ്മുടെ നാട, അതിൻ്റെ ഭാഗങ്ങളൊക്കെ സെല്ലോ ടാപ്പിൻ്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ അടുത്ത വർഷം കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ഇതിനധികം ഡാമേജ് ഒന്നും വരുത്താതെ നമുക്ക് ഈ ഒരു കാര്യം നടക്കണമല്ലോ. അപ്പോൾ ഏറ്റവും എന്തുകൊണ്ടും നല്ലത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഡബിൾ സൈഡ് സ്റ്റിക്കർ ആദ്യം ഒന്ന് ഒട്ടിക്കുക നമ്മുടെ കോണിൻ്റെ മുകളിൽ. അതാണ് ഞാൻ ഈ പേപ്പർ കവർ ചെയ്തുകൊണ്ടുള്ള ഗുണം പറഞ്ഞത്. അപ്പോൾ അവിടെ ഒട്ടിച്ചതിന് ശേഷം അവിടെ നമ്മുടെ ഈ ഒരു ഗാർലാൻഡിൻ്റെ ഒരു ഭാഗം ഒന്നങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ ബാക്കി ഭാഗം ചുറ്റിക്കുക. ലാസ്റ്റ് ഭാഗത്തും ഇതുപോലെ നമ്മുടെ ആ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്യുക. ഇനിയിപ്പം നമ്മളിങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുക്കി ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ താഴത്തെ ഭാഗത്തെ വീതി കുറഞ്ഞു. മാക്സിമം ലൂസ് തന്നെ ചുറ്റിയെടുക്കുക. പക്ഷേ അധികം ലൂസ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് താണു പോകും. അപ്പോൾ അങ്ങനെ താണു പോകുമ്പോൾ അവിടെ സെല്ലോ ടാപ്പില്ലേ, ആ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അളവെടുത്തിട്ട് വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റാണ്, ഇത്തിരി പോലും വേസ്റ്റേജ് വന്നിട്ടില്ല. ഇതും കൂടെ അങ്ങ് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഞാൻ വാങ്ങിയത് പിന്നെ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2 വലിയ ബോളിൻ്റെ ഒരു പാക്കറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷത്തെ. കണ്ടോ നമ്മുടെ ട്രീ എത്ര ഭംഗിയായിട്ടുള്ളത്. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയുമോ?
ഒരിക്കലുമില്ല. നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്, പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മൾ ബെല്ലൈക്കണില്ലേ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കണേ. അല്ലെങ്കിൽ ഗൗരീസ് ഹോം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ വർഷം ഈ ഡെക്കോർ ഐറ്റംസ് ബോളൊക്കെ 2 പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മുടെ മാലയല്ലേ, പച്ചക്കറിയുള്ള മാലയല്ല, അത് ഞാനിപ്പോൾ പറഞ്ഞാണല്ലോ ഇപ്പോൾ അളവെടുത്തിട്ട് വാങ്ങിയതാണെന്നുള്ളത്. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴേ ഇതിപ്പം പേപ്പറാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് എങ്ങനെ ഹാങ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതുപോലെ സെല്ലോ ടാപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ സെല്ലോ ടാപ്പ് എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ നാടയുടെ മേലെ ഒന്നങ്ങ് ഒട്ടിക്കുക. എന്നിട്ട് പേപ്പറിലേക്ക് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതുകൊണ്ടാണ് പേപ്പർ കൊണ്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒട്ടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ കൊണ്ട് കവർ ചെയ്തത്. കണ്ടോ, അതിൻ്റെ ഇടയിലൊന്ന് നീക്കിയിട്ട് പേപ്പറിൽ തന്നെ ചെയ്യണേ. കാരണം ആ ഒരു പച്ച നമ്മുടെ മാലയുടെ മേലെ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇളക്കി മാറ്റുമ്പോൾ കുറേയൊക്കെ തൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ പേപ്പറിൻ്റെ മേലെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി മാറ്റട്ടെ. കഴിഞ്ഞ വർഷത്തെ എങ്ങനെ തോന്നുന്നു, സിൽവർ കളറുള്ള ഒരു മാലയുടെ കഷ്ണം, ഒരു ഗാർലൻഡിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതും കൂടെ അങ്ങിങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ പേപ്പർ ട്രീ ഇത്ര എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മുകളിൽ ഒരു കുഞ്ഞ് സ്റ്റാർ വെക്കണം. ഈ സ്റ്റാർ എന്തെങ്കിലും ഒന്നുകിൽ നമ്മുടെ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ അല്ലെങ്കിൽ ഓലക്കണി ഉണ്ടാവില്ല, ഈർക്കിണി, എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങ് താഴേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പേപ്പറല്ലേ, പെട്ടെന്ന് തന്നെ അങ്ങ് ഉള്ളിലേക്ക് അത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി LED വെക്കണം, പിന്നെ അത് ഓണാക്കണം. അത്രയേ ഉള്ളൂ. LED നമ്മൾ പ്ലഗ് കുത്തുന്നതല്ല വാങ്ങിയത്, അതിൽ തന്നെ ബാറ്ററി ഉള്ളതില്ലേ, അതിൽ 3 സ്ട്രിപ്സ് ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതുപോലത്തെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതും കൂടെ സെറ്റാക്കി. ഇതിലിപ്പം ഒറ്റ ലൈറ്റ്, അതായത് ഗോൾഡൻ കളർ ലൈറ്റ് മാത്രം, അതല്ലേ കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ടത് വാങ്ങി. ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. എങ്ങനെയാണോ വേണ്ടത് അതുപോലെ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ പുറകു സൈഡില്ലേ അവിടെ നമ്മൾ റൗണ്ടിൽ ചുറ്റിക്കാണ്ട് മുൻഭാഗത്ത് മാത്രം ചെയ്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ലൈറ്റ് കത്തിച്ചിട്ട് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പോയ ആ ഒരു ഭാഗത്ത് തന്നെ ലൈറ്റ് വരുമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നിയുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ആദ്യം കുറേ ഇത് നോക്കിയെന്ന് ഫോട്ടോ എടുക്കലും കുറേ നോക്കിയിരിക്കലൊക്കെ ചെയ്തു. കാരണം ആ പേപ്പറല്ലേ ഇങ്ങനെ ആയതെന്നുള്ള ചിന്തയാണ്. ഇനിയിപ്പം ഞാനും മോളും കൂടെ ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചു. അവിടെയാണ് ഞാൻ വിചാരിച്ചു ഈ വൈറ്റ് എന്നല്ലാതെ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ, ബാക്ക്ഗ്രൗണ്ട് യെല്ലോയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ഇത് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയയില്ലേ അവിടെ വാം ലൈറ്റ് ഇട്ടിട്ട് വെക്കുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു വീഡിയോനേക്കാളും ഭംഗി നേരിട്ട് കാണാനാണ്. അപ്പോൾ നല്ല സന്തോഷത്തോടെ തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളും വൈകാതെ തന്നെ ചെയ്തോളൂ. എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തിരി മനസ്സുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും വിട്ടുപോവല്ലേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ. താങ്ക്